നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ ഐ ഡി. ഈ ജിമെയിൽ ഐ ഡി തന്നെയായിരിക്കും പുതിയ മൊബൈലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അല്ലേ? അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് അത് ലോഗിൻ ആകില്ല. ചിലപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് OTP വരുന്നത് പഴയ ഏതെങ്കിലും ഒരു നമ്പറിലേക്കായിരിക്കും. ആ നമ്പർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കാത്ത നമ്പർ ആയിരിക്കും. ഇനി അതുമല്ല, നിങ്ങൾ റിക്കവറി ആയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടും ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ആ ഒരു പഴയ ജിമെയിൽ ഐ ഡി പുതിയൊരു മൊബൈലിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ആദ്യമേ ഞാൻ ഈ കാണിക്കുന്ന 2-3 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ആ ഒരു ജിമെയിൽ ഐ ഡി നഷ്ടപ്പെടില്ലായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമ്മളൊരു ജിമെയിൽ ഐ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കുന്നവരുമാണ്. ചില ആളുകൾ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഒരുപാട് ഫയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും ഇതേ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ. അതുമാത്രമല്ല, നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റുകൾ മൊത്തം ചിലപ്പം ഈ ഒരു ജിമെയിൽ ഐ ഡിയിൽ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാകുക. അപ്പോൾ ഒരു ജിമെയിൽ ഐ ഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ നഷ്ടം തന്നെയല്ലേ? അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആ മെയിൽ ഐ ഡിയുടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗം കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ താഴെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. ഇതിൽ പേഴ്സണൽ ഇൻഫോ എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഇമെയിൽ എന്ന്. ഈ ഒരു ഇമെയിലിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും റിക്കവറി ഇമെയിൽ എന്ന്. അവിടെ നിങ്ങളൊരു മറ്റൊരു ഇമെയിൽ ഐ ഡി, അത് നിങ്ങളുടെ തന്നെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി, ആദ്യം നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് നിങ്ങളുടെ മൊബൈൽ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരും. യുവർ റിക്കവറി ഇമെയിൽ എന്ന ഭാഗത്ത് നിങ്ങളുടേതായിട്ടുള്ള തന്നെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ OTP വെരിഫിക്കേഷൻ കോഡോ നിങ്ങളുടെ റിക്കവറി ഇമെയിലിലായിരിക്കും വരിക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് ആഡ് ആവും. അത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ഫോൺ എന്ന ഭാഗം തൊട്ട് താഴെ കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറുകൾ, ഞാനിപ്പോൾ ഒരുപാട് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ നമ്പർ അല്ല എങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു നമ്പർ നമ്മുടേതല്ല, നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് ആവശ്യമില്ല. അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ നമ്പർ മാറ്റിയിട്ട് നിലവിലുള്ള ആ ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ആഡ് ചെയ്ത നമ്പറിലേക്ക് ചിലപ്പോൾ ഒരു OTP വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു നമ്പർ ആഡ് ആക്കാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കൊടുത്ത പാസ്വേഡ് നിങ്ങൾ മറന്നു പോയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പുതിയൊരു പാസ്വേഡ് ഇവിടെ എഡിറ്റ് ചെയ്യാം. അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ന്യൂ പാസ്വേഡ് എന്ന ഓപ്ഷൻ. അവിടെ നല്ലൊരു പാസ്വേഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കൺഫേം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാസ്വേഡും കൂടി ഇവിടെ സെറ്റായി. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ നിലവിലുള്ള മെയിൽ ഐ ഡി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ,
അപ്പോൾ ഇതൊന്നും ചെയ്ത് വെക്കാതെ നിങ്ങളൊരു പുതിയ മൊബൈലൊക്കെ വാങ്ങി അതിലേക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ കോഡ് വരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മൊബൈൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഡാമേജ് ആയി, അല്ലെങ്കിൽ ഫോർമാറ്റായി. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണ്ടേ? ഒരിക്കലും നിങ്ങൾക്ക് അത് സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ആ മെയിൽ ഐ ഡി നഷ്ടപ്പെടില്ല. അതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നഷ്ടപ്പെടില്ല. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, ജിമെയിൽ ഐ ഡി നഷ്ടപ്പെട്ട കല്ലി വല്ലി എന്നൊക്കെ പറയുന്നവർക്കൊന്നും ഇത് ബാധകമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.